ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യത്തിൽ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയുമോ എന്നൊരു ചോദ്യം പല ഭാഗത്തുനിന്നും സംഘപരിവാർ അനുകൂലികളുടെയും ബി.ജെ.പി അനുഭാവികളുടെയും അണികളുടെയും ഒക്കെ ഒരു സംശയമായിരുന്നെങ്കിൽ ആ സംശയങ്ങളൊക്കെ മറിച്ചുകൊണ്ട് വരുന്ന ഒരു വാർത്താ സോഴ്സുകളെ ഉദ്ധരിച്ച് തന്നെ പറയേണ്ടി വരും. അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനമായ ഏക സിവിൽ കോഡ് അവർ അവതരിപ്പിക്കുക തന്നെയും ഒരുപക്ഷെ ആദ്യ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലുകളിൽ പ്രഥമ സ്ഥാനവും ഏക സിവിൽ കോഡ് തന്നെയായിരിക്കും. ഇതിനകത്ത് അവരുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ TDPക്കോ ഇല്ലെങ്കിൽ JDUവിനോ ഒന്നും തന്നെ എതിർപ്പില്ല. JDU കഴിഞ്ഞ ദിവസം തന്നെ തങ്ങൾക്കതിൽ എതിർപ്പില്ല എന്ന് പറയുകയുണ്ടായി. പക്ഷേ അതിനോടൊപ്പം തന്നെ മറ്റ് ചില ആവശ്യങ്ങളാണ് JDU മുൻപോട്ട് വെച്ചത്. അത് അഗ്നിവീർ പദ്ധതിയെക്കുറിച്ചും മറ്റുമുള്ള ഒരു എതിർപ്പാണ്. അത് പുനഃപരിശോധിക്കണമെന്ന് മാത്രമാണ് JDU പറഞ്ഞത്. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ JDU പോയാലോ TDP പോയാലോ ഒന്നും മോദി സർക്കാരിനെ അത് ബാധിക്കാത്ത തരത്തിലേക്ക് NDAയുടെ ഭൂരിപക്ഷം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ബില്ല് കൊണ്ടുവരാൻ ഒരു നീക്കം നടത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം രാജ്യസഭയിൽ നിലവിൽ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് വലിയ പ്രയാസം കൂടാതെ ബില്ലുകൾ പാസ്സാക്കി എടുക്കാനുള്ള അംഗബലം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ അംഗബലം നിലവിൽ കുറവാണ്. ഇപ്പോഴത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി അതിന് ബന്ധമൊന്നുമില്ല. 6 വർഷത്തേക്കാണ് രാജ്യസഭാ എംപിമാരെ തെരഞ്ഞെടുക്കുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഇനി അവരുടെ ഓരോരുത്തരുടെ കാലാവധി തീരുന്നതനുസരിച്ച് പുതിയ ആൾക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കും. ഏതായാലും നിലവിൽ വളരെ ഈസിയായി രാജ്യസഭയിൽ ഇവർക്ക് ബില്ലുകൾ പാസ്സാക്കി എടുക്കാൻ കഴിയും. ലോക്സഭയായിരുന്നു ഒരു ചെറിയ പ്രശ്നത്തിൽ നിന്നിരുന്നെങ്കിൽ ആ ലോക്സഭയിലും അവർക്കത് മറികടക്കാൻ കഴിയും. ഒരുപക്ഷെ അവരെ പിന്തുണയ്ക്കാത്ത പാർട്ടികളോ കക്ഷികളോ ആരെങ്കിലും ചിലപ്പോൾ ലോക്സഭയിൽ നിന്ന് ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതകളുമുണ്ട്. അത്തരത്തിലുമൊക്കെ BJP പല ബില്ലുകളും മുൻപ് പാസ്സാക്കിയ ചരിത്രവുമുണ്ട്. ഏതായാലും വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഏക സിവിൽ കോഡ് അവരുടെ പ്രധാന അജണ്ടയാണ്. അതുതന്നെ ആയിരിക്കും ഏറ്റവും ആദ്യം നടപ്പാക്കുന്ന ബില്ലുകളിൽ പ്രഥമ പരിഗണന എന്നാണ് ലഭിക്കുന്ന സൂചന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.